അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലിൽ കണ്ട കാര്യം തന്നെ നോക്കാനാണ്. അപ്പോൾ മുമ്പല്ലാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരാഴ്ച മുമ്പ് വന്ന മറ്റേ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ആരെ സൈൻ ചെയ്യാമെന്നാണ്. ഞാൻ ഒരുവിധം പ്ലേയേഴ്സിനൊക്കെ ഞാൻ ഇതിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് അക്കൗണ്ടിലൊക്കെ ആയിട്ട്. ഫസ്റ്റ് അക്കൗണ്ടിൽ ഞാൻ കയറിയ ഫസ്റ്റ് അക്കൗണ്ടാണ്. അപ്പോൾ റിയാദ് മെഹ്റൈസിനെ നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു പ്രോളിഫിക് വിങ്ങറായിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷേ കളിയിൽ വലിയ ഇമ്പാക്റ്റും കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ കൂലി ബാലി എന്ന് പറയുന്നത് ഒരു ഡെസ്ട്രോയറായിട്ട് വന്ന ആടാണ്. മാക്സിമം എത്ര 98 റേറ്റിംഗ് പോകുന്നുണ്ട്, 99 റേറ്റിംഗ് പോകുന്നുണ്ട് എൻ്റെ സ്കോഡിൽ. അത്യാവശ്യം മികച്ച ഒരു താരം തന്നെയാണ്. സൈൻ ചെയ്യുന്നുണ്ട് കൂലിബാലിനെ സൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂലിബാലിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയർ എന്നറിയാൻ. പിന്നെ ഇതിൽ പറ്റിയ നല്ലൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ആരുമില്ല. അപ്പോൾ അടുത്ത മറ്റേ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലേക്ക് കിടക്കാം. നമുക്ക് റോൾ ചേഞ്ചേഴ്സിലേക്ക് നോക്കുക. അപ്പോൾ റോൾ ചേഞ്ചേഴ്സിൽ ഞാൻ ഈ അക്കൗണ്ടിൽ നിന്നും ഒരാളെ എടുത്തിട്ടില്ല. ഇതിനകത്ത് മോയിസസ് കൈസൈഡോ ഡിഫൻസീവ് ഫുൾ ബാക്കാണ് അധികവും. നമ്മളെ കൊനാമി ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്ന റോളിലേക്ക് റൈറ്റ് ബാക്കിലേക്ക് ആരെയും തന്നത് ഇതിനു മുമ്പ് കുറച്ച് ആൾക്കാരെ മാത്രമേ തന്നിട്ടുള്ളൂ. കൈസൈഡോ അത്യാവശ്യം നല്ല സ്റ്റാറ്റൊക്കെ തരുന്ന കാർഡ് തന്നെയാണ്. സ്പീഡൊക്കെ കമ്മിയാണെങ്കിലും സ്റ്റാറ്റ് നല്ലോണം തരുന്നുണ്ട്, കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ റാഫീനിയ ലെഫ്റ്റ് മിഡ് യൂസ് ചെയ്യുന്ന ഫോർമേഷനാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.